ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവപ്രതിഭകളുടെ പട്ടികയിൽ അതിവേഗം മുൻനിരയിലേക്ക് കുതിച്ചെത്തിയ താരമാണ് വെടിക്കെട്ട് ഓപ്പണറും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മ. ഏഷ്യാകപ്പ് കിരീട വിജയത്തിന് പിന്നാലെ ജൂനിയർ വീരേന്ദ്ര സെവാഗ്, രോഹിത് ശർമ്മയുടെ പിൻഗാമി എന്നെല്ലാമുള്ള വിശേഷണങ്ങൾ അഭിഷേകിന് ലഭിച്ചു കഴിഞ്ഞു. ടൂർണമെന്റിലുടനീളം ബാറ്റിംഗിലും ഓൾറൗണ്ട് പ്രകടനത്തിലും അദ്ദേഹം പുലർത്തിയ സ്ഥിരതയും പ്രത്യേകിച്ച് നിർഭയമായ ബാറ്റിംഗ് ശൈലിയുമാണ് അഭിഷേകിനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സൂപ്പർ ഹീറോയാക്കി മാറ്റിയത്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം വരെ നേടാൻ അഭിഷേകിന് സാധിച്ചു. സൂപ്പർ ഫോറിൽ തുടർച്ചയായി 3 മത്സരങ്ങളിൽ 50+ സ്കോറുകൾ നേടി. 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 314 റൺസാണ് അദ്ദേഹം ടൂർണമെന്റിൽ വാരിക്കൂട്ടിയത്. ഈ തകർപ്പൻ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ ഹീറോയിസത്തിന് പിന്നിൽ ആരാണെന്നുള്ള അഭിഷേക് ശർമ്മയുടെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുന്നത്. മുൻ ഇതിഹാസ താരം യുവരാജ് സിംഗിന്റെ ശിഷ്യനായി അറിയപ്പെടുന്ന അഭിഷേക് തന്റെ കരിയറിലെ വഴിത്തിരിവായതിന് യുവരാജിനെ അല്ല, മറിച്ച് ഇന്ത്യൻ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അഭിഷേക് ശർമ്മയുടെ ക്രിക്കറ്റ് യാത്രയിൽ യുവരാജ് സിംഗിന്റെ പങ്ക് വളരെ വലുതാണ്. ഇടംകയ്യൻ ഓൾറൗണ്ടർ എന്ന നിലയിൽ യുവരാജിന്റെ പാത പിന്തുടരുന്ന അഭിഷേകിന് യുവരാജ് ഒരു മാർഗദർശിയും പരിശീലകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഭയെയും കഴിവിനെയും രൂപപ്പെടുത്തുന്നതിൽ